ഹലോ ഗായ്സ്, ഈദ് മുബാറക്. ഒരു മാസത്തിന് ശേഷം ഞാൻ ഇന്ന് പെരുന്നാളിൻ്റെ അന്ന് നല്ല അടിപൊളി വ്ളോഗൊക്കെ എടുക്കാന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. ഈ നോമ്പിന്റെ ടൈമിൽ ഒരു മാസം നമ്മളെ വീഡിയോ ഒന്നും അധികമല്ല, ഒരു മാസം ഇട്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അബുദാബി പോണ വഴിയിൽ ഇത് എന്ത് പാർക്കാണ് പറയാ, ഇവിടെ എന്തോ ഒരു വർക്കെന്നാ അവർ പറയുന്നത്. നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ലൈറ്റ് പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങള് ഉച്ചക്ക് കറാമയിൽ പോയി നല്ല ബിരിയാണി ഒക്കെ കഴിച്ച് അപ്പൊ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന ടൈമിൽ ഇവിടെ ഇങ്ങനെ നിന്നുപോയി. സത്യം പറഞ്ഞാല് അതൊക്കെ കണ്ട് റോളർ കോസ്റ്ററും എല്ലാം കണ്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിലൊന്നും എന്തായാലും ഇപ്പൊ കേറുന്നില്ല, ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വന്നതാണല്ലോ. അപ്പൊ നമുക്ക് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. നമുക്ക് ഫോട്ടോസ് എടുത്തിട്ട് കാണാം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിനി അബുദാബിയിലേക്ക് പോവാണ്. സംഭവം അബുദാബിയിലേക്ക് വെറുതെ പോകുന്നതാണ്. അജാൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ ജസ്റ്റ് അവിടെ ഒന്ന് റൗണ്ട് അടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഞാനിതുവരെ അബുദാബിയിൽ പോയിട്ടില്ല. അപ്പം അങ്ങനെ അതുകൂടി വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം അബുദാബിയിലേക്ക് പോവാം, എൻ്റെ ഫ്രണ്ടിനെ കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത്. ഏതായാലും ഇവിടുന്ന് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 2.5 hours ഒക്കെ ഉണ്ട്. ഓൾറെഡി ഇക്കൻ്റെ ഫ്രണ്ട് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇതിപ്പോൾ ഞങ്ങൾ അബുദാബി എത്താനാവുന്നു. ഈ പോകുന്ന റൂട്ട് തന്നെ നമുക്ക് സൈഡിൽ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കും കൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ദൂരെയായിട്ട് നമ്മിങ്ങനെ എന്താ പറയുക, ബ്ലൂ അല്ല, ഒരു എന്താ പറയുക, നല്ലൊരു ലൈറ്റ് ഷെയ്ഡിൽ, ഒരു പേർപ്പിൾ ഷെയ്ഡിൽ നമുക്ക് മോസ്ക് കാണാൻ പറ്റും. ഞങ്ങൾ അവിടെയൊക്കെ പോയിരുന്നു, പക്ഷെ അകത്തേക്ക് കയറിയില്ല. ഞങ്ങൾ പുറത്ത് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പോകുന്നു. അപ്പോൾ അതൊക്കെ മുന്നിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ അബുദാബി എത്തി. ഇവിടെ ഏകദേശം ഇവിടെ അടുത്തായിട്ടാണ് ഇക്കൻ്റെ ഫ്രണ്ട് താമസിക്കുന്നത്. അങ്ങനെ ഇക്കനെ ഫ്രണ്ടൊക്കെ കൂട്ടി ഞങ്ങൾ വിചാരിച്ചിരുന്ന ഫസ്റ്റ് ജസ്റ്റ് കോർണിഷിൽ പോവാന്ന്. അവിടെയുള്ള അബുദാബിയില്ല. നോർമലി എന്താ പറയുക, കോർണിഷ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഒരേപോലെ ആണല്ലോ, കാണണം എന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പം ജസ്റ്റൊക്കെ ഒന്ന് പുറത്തു കൂടെ ജസ്റ്റൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ കോർണിഷിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഞങ്ങൾ ഇതേപോലെ എന്താ പറയുക, ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് അങ്ങനെയൊക്കെ വ്യൂ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങുക അങ്ങനെയൊന്നും ഇല്ല, അങ്ങനത്തെ സെറ്റപ്പിലൊന്നുമല്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ദുബായിൽ നിന്ന് പോകുന്നത്, ഞങ്ങൾക്ക് റിട്ടേൺ തിരിച്ച് ദുബായിൽ എത്തുകയും വേണം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ കണ്ട് ഒന്ന് ഫ്രഷായി അങ്ങനെ. പിന്നെ ഈ പാലസ് ഇത് ആക്ച്വലി പറയുന്ന ഹോട്ടലാണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ, അബുദാബിയിൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത് സംഭവം കാണാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് അത് ഈ പാലസ് ഇത് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നത് മൈസൂർ പാലസിൻ്റെ ഒക്കെ ഒരു ചില അവിടെ ഇവിടെയൊക്കെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ട്. അതേപോലെ ഈ കാണുന്നൊക്കെ ഫുൾ എനിക്ക് തോന്നുന്നു ഹോട്ടൽസ്, ഭയങ്കര 7 star ഭയങ്കര വലിയ വലിയ ഹോട്ടൽസും അങ്ങനത്തെ ഒക്കെ സംഭവമാണെന്ന് തോന്നുന്നു. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിലെത്രത്തോളം ക്ലിയറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ സർക്കിറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അബുദാബിയിലേക്ക് തന്നെ തിരിച്ചു വന്ന് ചായയും കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ടൻസ് എന്ന് പറഞ്ഞൊരു കഫ്തീരിയയിലേക്കാട്ടോ വന്നത്. ഞാൻ ബൂസ്റ്റ് ചെയ്യുന്നു, മൂക്ക് അതേപോലെ വെള്ളച്ചായ വാങ്ങി. ഇവരെല്ലാവരും നോർമൽ ടീ ആയിരുന്നു. അതേപോലെ കപ്പ ബിരിയാണി വാങ്ങി, അതൊക്കെ കഴിച്ച് ഫ്രണ്ടിനെ അവിടെ ഇറക്കി ഞങ്ങൾ പിന്നെ തിരിച്ച് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് കയറാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു സംഭവം വന്നത്. പക്ഷെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടൈമുണ്ട്, 10:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും തോന്നുന്നു. ഞങ്ങളേതായാലും പുറത്തു കൂടെ ഒക്കെ മെല്ലെ ഒക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോകുന്നു. നിങ്ങളിപ്പോൾ കുറച്ച് മുന്നേ കണ്ടാണ് അതിൻ്റെ മെയിൻ ഗേറ്റും തോന്നും. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ദുബായിലേക്കാണ്. ഏതായാലും ഒരു 2.5 hours എന്തായാലും ട്രാവൽ ഉണ്ടല്ലോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ ദുബായിൽ പിന്നെ ഞങ്ങൾ വന്ന് ബുർജുമാനിൽ വന്നു കേട്ടോ. ബുർജുമാനിൽ ഞങ്ങൾ ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത്. വോക്സിൽ അവിടെ കാരിഫോർ അവിടെ മാളുണ്ട്. അങ്ങനെ അവിടെ കാണാമെന്ന് വിചാരിച്ചിട്ട്
വന്ന സമയത്ത് ഇവിടെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ അതിലും വലിയ കോമഡി. പെരുന്നാളാണല്ലോ, ഈദായതുകൊണ്ട് തന്നെ ഫുൾ ടിക്കറ്റ് ഫുള്ളായിരുന്നു, സീറ്റ് ഫുള്ളായിരുന്നു. ആകെ 2 സീറ്റ് 3 സീറ്റ് എങ്ങനെ ഒഴിവുള്ളൂ, അതും സ്ക്രീനിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങളേതായാലും 4 ആളും ഉണ്ട്, സ്ക്രീനിൻ്റെ അടുത്തേറ്റ് കാണാനും പറ്റില്ല. അപ്പോൾ അത് ഞങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചു. ഏതായാലും ഇവിടെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഇവിടെയൊക്കെ മാളും ജസ്റ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ചില്ലാക്കി. ഇതിൻ്റെ ഇടയിൽ നടന്ന വേറൊരു സംഭവമുണ്ട് ഗൈസ്, അതാ കോമഡി. ഇവനെന്താ കണ്ടെന്ന് വെച്ചാൽ, ഇവൻ മോൾക്ക് ഷൂ ഇട്ട് കൊടുത്ത സമയത്ത് കാറിന്ന് മോള് ബാക്കിലിരിക്കൽ ലെഫ്റ്റിലുണ്ട് റൈറ്റിലും, റൈറ്റിലുണ്ട് ലെഫ്റ്റിലും ഇട്ട് തല തിരിച്ചിട്ടെടുത്തു. അപ്പോൾ കുട്ടി നടക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് പോലെ അങ്ങനെ ഓനെ കൊണ്ട് അവനത് മാറ്റിയിടുക കേട്ടോ, മോളെ കാലിൽ കറക്റ്റായിട്ട്. അങ്ങനെ ഓൻ്റെ കൂടെ 2 ആളും ഇങ്ങനെ വരുന്നുണ്ട്. മോള് അങ്ങനെ അപ്പോൾ ആ ടൈമിലൊന്നും ഷോപ്സൊന്നും ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല, കുറച്ച് ഓഫറൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ അതൊന്നും വാങ്ങാൻ നിന്നില്ല, ഏതായാലും ഇതാണല്ലോ, പിന്നെ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ച് ജസ്റ്റ് ഞങ്ങൾ ഏതായാലും ഫുള്ളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ചില്ലടിച്ച് ഞങ്ങൾ അവിടെ കുറച്ചിറങ്ങി നിന്നു. അങ്ങനെ ഞങ്ങൾ മാളിൽ ഇറങ്ങി. നെക്സ്റ്റ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയത് KFCയിലേക്കാണ് ഗൈസ്. KFC പോയി എൻ്റെ ചെറിയൊരു പോർഷൻ ചിക്കൻ സ്പൈസി ഒറിജിനൽ വരുന്നത് വാങ്ങി ഞങ്ങളെല്ലാവരും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ച്. പോകുന്ന വഴി ഒരു ഇത് കണ്ടു ഗൈസ്, ഒരു പ്രത്യേകതരം വണ്ടിയാണ് ഇത്. നോക്ക് ഗൈസ്, ഇങ്ങനത്തെ കണ്ടിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഏതായാലും ഗൈസ് ഇപ്രാവശ്യത്തെ ഈദ് നല്ല അടിച്ച് പൊളിച്ച് തിമിർത്തു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ ബൈ.